ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 35 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയതാര്? ഉത്തരം: പീലാത്തോസ്. ചോദ്യം 2. പീലാത്തോസ് രക്തം കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചതാര്? ഉത്തരം: അവിടെയുണ്ടായിരുന്ന ചിലർ. ചോദ്യം 3. ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംകാൾ എന്തായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു എന്നാണ് യേശു ചോദിച്ചത്. ഉത്തരം: കൂടുതൽ പാപികൾ. ചോദ്യം 4. നിങ്ങളെല്ലാവരും നശിക്കും. എപ്പോൾ? ഉത്തരം: പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 5. 18 പേർ കൊല്ലപ്പെട്ടതെങ്ങനെ? ഉത്തരം: സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ്. ചോദ്യം 6. സിലോഹ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം: ജെറുസലേമിൽ. ചോദ്യം 7. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചതെന്ത്? ഉത്തരം: അത്തിവൃക്ഷം. ചോദ്യം 8. എത്ര വർഷമായിട്ട് അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു എന്നാണ് അവൻ കൃഷിക്കാരനോട് പറഞ്ഞത്? ഉത്തരം: 3 വർഷം. ചോദ്യം 9. 3 വർഷമായിട്ടും അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലമൊന്നും കാണാത്തതിനാൽ എന്ത് ചെയ്യണം എന്നാണ് അവൻ കൃഷിക്കാരനോട് പറഞ്ഞത്? ഉത്തരം: അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? ചോദ്യം 10. അത്തിവൃക്ഷം എപ്പോൾ വെട്ടിക്കളഞ്ഞുകൊള്ളുക എന്നാണ് കൃഷിക്കാരൻ പറഞ്ഞത്? ഉത്തരം: ഈ വർഷം കൂടെ അത്തിവൃക്ഷം നിൽക്കട്ടെ. അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയില്ലെങ്കിൽ വെട്ടിക്കളയുക. ചോദ്യം 11. യേശു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എപ്പോൾ? ഉത്തരം: സാബത്തിൽ. ചോദ്യം 12. എത്ര വർഷമായി ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത്? ഉത്തരം: 18 വർഷം. ചോദ്യം 13. യേശു കൂനുള്ള സ്ത്രീയെ അടുത്ത് വിളിച്ച് പറഞ്ഞതെന്ത്? ഉത്തരം: നിന്റെ രോഗത്തിൽ നിന്ന് നീ സുഖപ്പെട്ടിരിക്കുന്നു. ചോദ്യം 14. യേശു കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയതെങ്ങനെ? ഉത്തരം: അവളുടെ മേൽ കൈകൾ വച്ച്. ചോദ്യം 15. കൂനുണ്ടായിരുന്ന സ്ത്രീ നിവർന്നു നിന്നപ്പോൾ ചെയ്തതെന്ത്? ഉത്തരം: ദൈവത്തെ സ്തുതിച്ചു. ചോദ്യം 16. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ചതാര്? ഉത്തരം: സിനഗോഗ് അധികാരി. ചോദ്യം 17. കോപിഷ്ഠനായ സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞതെന്ത്? ഉത്തരം: ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങൾ ഉണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. ചോദ്യം 18. കപടനാട്യക്കാരായ നിങ്ങൾ സാബത്തിൽ എന്തിനെയെല്ലാം തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത്? ഉത്തരം: കാളയെയും കഴുതയെയും. ചോദ്യം 19. യേശുവിൻ്റെ പ്രതിയോഗികൾ ലജ്ജിതരായപ്പോൾ ജനക്കൂട്ടം സന്തോഷിച്ചതെന്തിൽ? ഉത്തരം: യേശുവിൻ്റെ മഹനീയ കൃത്യങ്ങളെക്കുറിച്ച്. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യം അനുസരിച്ച് യേശു ദൈവരാജ്യത്തെ ഉപമിച്ചത് എന്തിനോടാണ്? ഉത്തരം: തോട്ടത്തിൽ പാകിയ കടുകുമണിയോട്. ചോദ്യം 21. കടുകുമണി വളർന്ന് മരമായപ്പോൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറിയത് ആര്? ഉത്തരം: ആകാശത്തിലെ പക്ഷികൾ. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 21-ാം വാക്യം അനുസരിച്ച് യേശു ദൈവരാജ്യത്തെ ഉപമിച്ചത് എന്തിനോടാണ്? ഉത്തരം: ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്തുവച്ച പുളിപ്പ് പോലെയാണ്. ചോദ്യം 23. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു എവിടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു? ഉത്തരം: ജെറുസലേമിലേക്ക്. ചോദ്യം 24. ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ അവനോട് ചോദിച്ചതെന്ത്? ഉത്തരം: കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ചോദ്യം 25. ഏത് വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം:
ഇടുങ്ങിയ വാതിലിലൂടെ. ചോദ്യം 26. എത്ര പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അനേകം പേർ. ചോദ്യം 27. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഉത്തരം: പുറത്തുനിന്ന് കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടും. ചോദ്യം 28. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുമ്പോൾ നിങ്ങൾ എന്തു മറുപടി പറയും? ഉത്തരം: നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം 29. എന്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നാണ് കർത്താവ് പറയുക? ഉത്തരം: അനീതി. ചോദ്യം 30. നിങ്ങൾ എപ്പോഴാണ് വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യുക? ഉത്തരം: അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ. ചോദ്യം 31. എവിടെ നിന്നെല്ലാം ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും? ഉത്തരം: കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും. ചോദ്യം 32. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുമ്പോൾ എന്തു സംഭവിക്കും? ഉത്തരം: മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടാകും. ചോദ്യം 33. ഇവിടെ നിന്ന് പോവുക, ഹേറോദേസ് നിന്നെ കൊല്ലാനൊരുങ്ങുന്നു എന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം: ചില ഫരിസേയർ. ചോദ്യം 34. ഹേറോദേസിനെ യേശു വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം: കുറുക്കൻ. ചോദ്യം 35. ഇന്നും നാളെയും താൻ എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുമെന്ന്. ചോദ്യം 36. എത്രാം ദിവസം തൻ്റെ ദൗത്യം പൂർത്തിയാക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: 3-ാം ദിവസം. ചോദ്യം 37. എവിടെ വച്ചാണ് ഒരു പ്രവാചകന് നശിക്കാൻ സാധ്യമല്ലാത്തത്? ഉത്തരം: ജെറൂസലേമിന് പുറത്തുവച്ച്. ചോദ്യം 38. പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നതാര്? ഉത്തരം: ജെറൂസലേം. ചോദ്യം 39. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നതെങ്ങനെ? ഉത്തരം: ചിറകിൻ കീഴിൽ. ചോദ്യം 40. ജെറുസലേമിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് നിങ്ങൾ സമ്മതിച്ചില്ല, അതുകൊണ്ട് സംഭവിച്ചതെന്ത്? ഉത്തരം: നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ചോദ്യം 41. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം അനുസരിച്ച് എപ്പോൾ വരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത ഓരോരുത്തർക്കും വ്യക്തിപരമായി എൻ്റെ സ്നേഹവും സന്തോഷവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇനിയും നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യും കാണും എന്നുള്ള പ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.